ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദി അറേബ്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നഴ്സസിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. സൗദി അറേബ്യയിലുള്ള തായിഫ് എന്ന സ്ഥലത്തെ കിങ് ഫൈസൽ ഹോസ്പിറ്റലാണ് എനിക്ക് ജോലി ലഭിച്ചത്. ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ച ശേഷം ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങൾ അവിടെ സൗദി ടൈം രാവിലെ 7:30-ക്കാണ് ഹോസ്പിറ്റലിൽ എൻ്റർ ചെയ്യുന്നത്. സോ 9 മണി ആയപ്പോഴേക്കും ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ച് ഞങ്ങളെ കൂട്ടാൻ ഒരു കാറ് വന്ന് ഞങ്ങൾ MOH ഓഫീസിലേക്ക് അന്ന് തന്നെ കൊണ്ടുപോയി. നമുക്ക് നമ്മുടെ ഏജൻസി ഒരു MOH ഫയൽ കൂടെ തന്നുവിടും. അതുകൂടി എടുത്ത് ഓഫീസിൽ കൊണ്ടുപോകണം. ഓഫീസിൽ നമ്മൾക്ക് ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ പോലെ ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പേര് ആഡ് ചെയ്ത അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമുക്ക് അവിടുന്ന് തരും. ആ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ കാണിച്ച് അവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എഗെയിൻ അവിടെ വെരിഫൈ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. ഈ മെഡിക്കൽ ചെക്കപ്പിൻ്റെ റിപ്പോർട്ടുമായിട്ട് നമ്മൾ ഡോക്ടറിനെ കണ്ട് ഫിറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഈ സർട്ടിഫിക്കറ്റ് കൂടെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ റിപ്പോർട്ട് വരുന്നതിന് ഒരു 3-4 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഞങ്ങളെ HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിപ്പിച്ചു. അവിടെ നിന്നും നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഫോം കിട്ടും. അത് വാങ്ങിച്ച് നമ്മൾ നഴ്സിംഗ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. അവരുടെ സിസ്റ്റത്തിൽ നമുക്കൊരു എക്സാം ഉണ്ട്. ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ ID അവിടുന്ന് തന്നെ ലഭിക്കുന്നത്. നമ്മൾ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ എക്സാം എഴുതണം. എക്സാം എപ്പോഴാണോ പാസ്സാവുന്നത് അന്നേ നമുക്ക് ഹോസ്പിറ്റൽ ID കാർഡ് ലഭിക്കും. ഇതിനിടയിൽ ഇക്കാമ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ കോപ്പിയും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. കൂടാതെ 500 റിയാൽ കൂടി വാങ്ങും. ഇക്കാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് പോലുള്ള ഒരു കാർഡാണ്. അത് എപ്പോഴും നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിനിടയിൽ നമ്മുടെ കയ്യിൽ ഒരു 2000 റിയാലെങ്കിലും കേടി വരുമ്പോൾ കാണണം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പല ആവശ്യങ്ങളും അവർ നമ്മുടെ കയ്യിൽ നിന്നാണ് അവർ വാങ്ങിക്കുന്നത്. ചില ഹോസ്പിറ്റലിൽ അവർ തന്നെ ചെയ്തിട്ട് നമ്മുടെ സാലറിയിൽ അത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവരതിനെല്ലാം യൂണിഫോമിന് വേണ്ടിയുള്ള പൈസ, പിന്നെ ഇക്കാമയ്ക്ക് വേണ്ടിയുള്ള പൈസ, അങ്ങനെയുള്ള പൈസകളെല്ലാം നമ്മുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു 2000 റിയാൽ, അതായത് നാട്ടിലെ ഇപ്പോഴത്തെ ഒരു 50,000 രൂപയെങ്കിലും നമ്മൾ നാട്ടിലെ കൈവെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ എൻ്റർ ആവുന്ന ദിവസം മുതൽ നമ്മൾ ജോലിക്ക് കയറിയില്ല എന്നുണ്ടെങ്കിലും കൂടി നമുക്ക് സാലറി ലഭിക്കുമ്പോൾ നമ്മൾ എന്നാണോ എൻ്റർ ആയത് അന്ന് മുതലുള്ള സാലറിയാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് നമുക്ക് നഴ്സിംഗ് ഓഫീസിൽ നിന്നൊരു പേപ്പർ ലഭിക്കും. ആ പേപ്പറിനകത്ത് നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയാണെന്ന് എഴുതിയൊരു പേപ്പറുണ്ട്. ആ പേപ്പറുമായിട്ട് നമ്മൾ IT ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് നമ്മുടെ പാസ്പോർട്ടും ഇക്കാമയും കാണിച്ച്, ഇക്കാമ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇക്കാമ നമ്പറുണ്ട്, അതും കാണിച്ച് നമ്മൾ ആദ്യമായിട്ട് പഞ്ച് ചെയ്യും. പിന്നീട് നെക്സ്റ്റ് 1 വീക്ക് നമുക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ്സാണ്. യൂണിഫോമിൽ വേണം നമ്മൾ ക്ലാസ്സിന് പോകാൻ. ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ഡേ നമുക്കൊരു പ്രീ ടെസ്റ്റ് നടത്തും. പിന്നീട് ലാസ്റ്റ് ഡേ ആണ് പോസ്റ്റ് ടെസ്റ്റ് നടത്തുന്നത്. ഈ പോസ്റ്റ് ടെസ്റ്റിന് നമ്മൾ 80% എബോവ് മാർക്ക് മേടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എഗെയിൻ ഈ ഓറിയൻറ്റേഷൻ ക്ലാസ് ആദ്യം മുതൽ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെയും എക്സാം എഴുതണം. ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് ജോലിക്ക് കയറാൻ സാധിക്കും. ഇവിടെ വരുന്നതിന് മുൻപ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന കുറച്ച് അറബിക് വേർഡ്സുകൾ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് പേഷ്യൻസുമായിട്ടും നമ്മുടെ കൊളീഗ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സൗദി അറേബ്യയിൽ വന്നു കഴിഞ്ഞിട്ടുള്ള നഴ്സസിനുള്ള പ്രോസസ്സിങ്. ഇനി ഡിപ്പെൻഡൻറ്റ് വിസ, സൗദി അറേബ്യയിലേക്ക് വരാനുള്ള ഡിപ്പെൻഡൻറ്റ് വിസ എങ്ങനെ എടുക്കണം, ഫാമിലിയായി നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, തുടർന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ഞാനൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസായിട്ട് അറിയിക്കണേ, ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.